അതുപോലെ എയ്ഡ്സിനെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ കൺട്രിയിൽ NACO ആൻഡ് NGOs ഈ പറഞ്ഞ സംഘടനകളൊക്കെ ഒരുപാട് എയ്ഡ്സിനെ കുറിച്ച് ബോധവൽക്കരണങ്ങൾ നടത്തിയിട്ടുണ്ട്. സോ അത് എന്തൊക്കെയാണ് നോക്കിയേ. NACO എന്ന് പറഞ്ഞാൽ നമ്മുടെ കൺട്രിയിലുള്ള നാഷണൽ എയ്ഡ്സ് കൺട്രോൾ ഓർഗനൈസേഷൻ, നാഷണൽ എയ്ഡ്സ് കൺട്രോൾ ഓർഗനൈസേഷൻ. അതുപോലെ NGO എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോൺ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷൻ. സോ നോൺ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷൻ അഥവാ NGO, അതുപോലെ NACO അല്ലെങ്കിൽ എന്താ പറയുക നാഷണൽ എയ്ഡ്സ് കൺട്രോൾ ഓർഗനൈസേഷൻ. സോ NACO അഥവാ NGOs ഈ രണ്ട് ഓർഗനൈസേഷൻസും നമ്മുടെ കൺട്രിയിൽ എഡ്യൂക്കേറ്റ് ദ പീപ്പിൾ അബൌട്ട് എയ്ഡ്സിനെ കുറിച്ച് ആളുകൾക്ക് ബോധവൽക്കരണം നടത്തിയിട്ടുണ്ട്. ഒരുപാട് ബോധം നമ്മുടെ കൺട്രിയിൽ ഈ എയ്ഡ്സിനെതിരായിട്ട് എയ്ഡ്സ് എന്താണ്, എങ്ങനെയാണ് അത് സ്പ്രെഡ് ചെയ്യുന്നത്, അത് വരാതിരിക്കാൻ എന്തൊക്കെയുണ്ട്. സോ ഇതിൻ്റെ പ്രിവെൻഷൻ്റെ ഭാഗമായിട്ട്, വരാതിരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ രണ്ട് സംഘടനകളും NACO ആൻഡ് NGO, നോൺ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷനും നാഷണൽ എയ്ഡ്സ് കൺട്രോൾ ഓർഗനൈസേഷൻ, ഈ രണ്ട് സംഘടനകളും എന്താ ഒരുപാട് ജനങ്ങളെ ബോധവൽക്കരണം നടത്തിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് എവ്രി ഇയർ ഓരോ വർഷവും എന്താണ് December 1 നമ്മൾ വേൾഡ് എയ്ഡ്സ് ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യണം. സോ ആ ഒരു ദിവസമായിട്ട് വേൾഡ് എയ്ഡ്സ് ഡേ ആണെന്ന് നമുക്കറിയാം. December 1 വേൾഡ് എയ്ഡ്സ് ഡേ ആയിട്ട് നമ്മളതിനെ എന്താ പറയുക ഓർമ്മിക്കുന്നത് എന്തിനാണ്, റിമെമ്പർ ചെയ്യുന്നത് എന്തിനാ, ഇതേ എയ്ഡ്സിനെ കുറിച്ചുള്ള ഒരു ബോധവൽക്കരണം നടത്തുകയാണ് ഈ പറഞ്ഞ രീതിയിൽ. ഇനി നമ്മുടെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ WHO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഇതിന് ഈ എയ്ഡ്സിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി ഒരുപാട് പ്രോഗ്രാംസുകൾ, നമ്പർ ഓഫ് പ്രോഗ്രാംസുകൾ HIV ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യുന്നത് തടയാൻ വേണ്ടിയിട്ട് ഒരുപാട് പ്രോഗ്രാംസുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്, ഒരുപാട് പ്രോഗ്രാംസുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. സോ നമ്മുടെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അതായത് WHO എന്തൊക്കെ പ്രോഗ്രാമുകളാണ് എയ്ഡ്സ് അഥവാ HIV പ്രിവെൻറ്റ് ചെയ്യുന്നത്, അത് സ്പ്രെഡ് ചെയ്യുന്നത് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് എന്തൊക്കെ പ്രോഗ്രാംസുകളാണ് കൊണ്ടുവന്നിരിക്കുന്നത് നോക്കാം. ആദ്യത്തേതാണ് അത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒന്നാമത്തത് മേക്കിംഗ് ബ്ലഡ് ഫ്രം ബ്ലഡ് ബാങ്ക് സേഫ് ഫ്രം HIV. ഈ ബ്ലഡ് ബാങ്കുകളിൽ നിന്ന് കിട്ടുന്ന ബ്ലഡ് സേഫ് ആണോ അല്ലേ എന്നുള്ളത് അത് എൻഷുർ ചെയ്തിട്ട് മാത്രമേ അങ്ങനത്തെ ബ്ലഡ് മാത്രമേ അവൈലബിൾ ആക്കി വെക്കുന്നുള്ളൂ. അതായത് ബ്ലഡ് ബാങ്കിൽ വരുന്ന ബ്ലഡുകൾ കറക്റ്റായിട്ട് ഡയഗ്നോസ് ചെയ്ത് ടെസ്റ്റ് ചെയ്ത് അത് സേഫ് ഫ്രം HIV ഇല്ലാത്തതാണെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ ബ്ലഡ് ബാങ്കിൽ സ്റ്റോർ ചെയ്യുന്നുള്ളൂ. സോ അങ്ങനത്തെ ബ്ലഡ് മാത്രമേ ബ്ലഡ് ബാങ്കിൽ അവൈലബിൾ ആവുന്നു. അതാണ് പറയുന്നത് മേക്കിംഗ് ബ്ലഡ് സേഫ് ഫ്രം HIV. നമ്മൾക്ക് ബ്ലഡ് ബാങ്കിൽ നിന്ന് യൂസ് ചെയ്യാൻ പറ്റുന്ന ബ്ലഡുകൾ HIV നിന്ന് സേഫാണ്, അതില്ലാത്തതാണെന്ന് എൻഷുർ ചെയ്യുന്നു, ഉറപ്പിച്ചിട്ടാണ് ബ്ലഡ് ബാങ്കിൽ അത് സേവ് ചെയ്യുന്നത്. അതിനനുസരിച്ചുള്ള ടെസ്റ്റുകളൊക്കെ നടത്തിയിട്ട്. സോ അല്ലാത്തതൊന്നും അവിടെ സ്റ്റോർ ചെയ്യുന്നില്ല. അങ്ങനെ നമുക്ക് സേഫ് ആയിട്ടുള്ള ബ്ലഡ് മാത്രം ബ്ലഡ് ബാങ്കിൽ കിട്ടുമെന്ന് എൻഷുർ ചെയ്യുന്നു. രണ്ടാമത്തത് എൻഷുർ ഓൺലി ഡിസ്പോസിബിൾ നീഡിൽ ഓർ സിറിഞ്ച്. ഡിസ്പോസിബിൾ ആയിട്ടുള്ള നീഡിൽസും സിറിഞ്ചും മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ, അത് മാത്രമേ അവൈലബിൾ ആക്കി വെക്കാൻ പാടുള്ളൂ എന്ന് എൻഷുർ ചെയ്യും. എവിടേക്കാണ്? പബ്ലിക് ഹോസ്പിറ്റൽ, പ്രൈവറ്റ് ഹോസ്പിറ്റൽ, അതുപോലെ ക്ലിനിക്കുകളിലും. സോ പബ്ലിക് അല്ലെങ്കിൽ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിലും ക്ലിനിക്കുകളിലും നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഡിസ്പോസിബിൾ നീഡിലും ആൻഡ് സിറിഞ്ചും മാത്രമേ. വൺസ് യൂസ് ചെയ്ത് കളയാൻ പറ്റുന്നത്, സോ റീയൂസ് ചെയ്യാൻ പറ്റാത്ത ഡിസ്പോസിബിൾ ആയിട്ടുള്ള നീഡിൽസും സിറിഞ്ചും മാത്രമേ അവൈലബിൾ ആക്കാൻ പാടുള്ളൂ. അതും എൻഷുർ ചെയ്യണം. അതാണ് എൻഷുർ ചെയ്യുന്നു. ഡിസ്പോസിബിൾ നീഡിലും സിറിഞ്ചും മാത്രം പ്രൈവറ്റ് ഹോസ്പിറ്റലാണെങ്കിലും പബ്ലിക് ഹോസ്പിറ്റലാണെങ്കിലും ക്ലിനിക്കുകളിലും ഇതുപോലത്തെ ഡിസ്പോസിബിൾ നീഡിൽസും സിറിഞ്ചും മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളതുള്ളൂ. അതും നമുക്കൊരു ഗ്യാരണ്ടി തരികയാണ്. അടുത്തത് ഫ്രീ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് കോണ്ടംസ്. ഈ സെക്സ് വർക്കേഴ്സിൻ്റെ ഇടയിലൊക്കെ നമ്മൾ കമ്പൽസറി ആയിട്ട് ഈ പറഞ്ഞ കോണ്ടംസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. അതല്ലാണ്ട് നമ്മുടെ ഹെൽത്ത് സെൻറ്ററുകളിലൊക്കെ എന്താണ് അങ്ങനെ നമ്മളൊക്കെ നമ്മുടെ ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ മെഡിക്കൽ ഇതിലും എന്താണ് ഫ്രീ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് കോണ്ടംസ്. സോ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ളതാണ് ഫ്രീ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് കോണ്ടംസ്, എസ്പെഷ്യലി ഇതുപോലെ സെക്സ് വർക്കേഴ്സിൻ്റെ ഇടയിലൊക്കെ. സോ കോണ്ടംസ് ഫ്രീ ആയിട്ട് തന്നെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. അങ്ങനെ സെക്ഷൽ കോണ്ടാക്റ്റിലൂടെ ഈ ഡിസീസ് വരുന്നത് ഒരു പരിധിവരെ തടയാൻ വേണ്ടിയിട്ട്. പിന്നെ ചെയ്യുന്നത് എന്താ? കൺട്രോളിങ് ഡ്രഗ് അബ്യൂസ് ഒരുപാട് നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാം. സോ ഇൻട്രാവീനസ് ഡ്രഗ് യൂസേഴ്സിൻ്റെ ഇടയിൽ ഈ പറഞ്ഞ എയ്ഡ്സ് അല്ലെങ്കിൽ HIV സ്പ്രെഡ് ചെയ്യാനുള്ള സാധ്യത കൂടുതലുള്ളത് കൊണ്ട് ഇതുപോലത്തെ ഡ്രഗ് അബ്യൂസ് ഒരുപാട് തടയുക, കൺട്രോൾ ചെയ്യുക, അതും അതിൻ്റെ ഭാഗമാണ്. അങ്ങനത്തെ പ്രോഗ്രാമുകൾ കൊണ്ടുവന്നിട്ടുണ്ട്.
പിന്നെ അഡ്വക്കേറ്റ് സേഫ് സെക്സ് മാത്രമേ പാടൂ എന്നുള്ള രീതിയിൽ നമ്മൾ അഡ്വർടൈസ്മെൻറ്റ് എല്ലാ രീതിയിലും നമ്മുടേതായ ഭാഗത്തു നിന്ന് കൊണ്ടുവരുന്നു. സോ സേഫ് സെക്സ് മാത്രം മതി എന്ന് ഉപദേശിച്ചു കൊടുക്കാം. പിന്നീട് പ്രൊമോട്ട് റെഗുലർ ചെക്കപ്പ് ഫോർ HIV ഇൻ സസെപ്റ്റബിൾ പോപ്പുലേഷൻ. HIV ബാധിത പ്രദേശങ്ങൾ, HIV കൂടുതലായിട്ട് കാണപ്പെടുന്ന പോപ്പുലേഷൻ അല്ലെങ്കിൽ അങ്ങനത്തെ സ്ഥലങ്ങളിൽ റെഗുലറായിട്ട് ചെക്കപ്പ് നടത്തിക്കൊണ്ടിരിക്കുക. എത്രത്തോളം അതിൻ്റെ HIV ഇൻക്രീസ് ഉണ്ട്, കുറയുന്നുണ്ടോ, എങ്ങനെയാണ് അത് റെഗുലർ ചെക്കപ്പുകൾ ഈ HIV ബാധിതമായിട്ടുള്ള പ്രദേശങ്ങൾ അല്ലെങ്കിൽ HIV വരാൻ സാധ്യതയുള്ള അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ കൂടുതലായിട്ട് റെഗുലർ ചെക്കപ്പുകൾ നടത്തുക. ആ സ്ഥലങ്ങളിലൊക്കെ സേഫ് സെക്സ് വേണമെന്ന് ഒരുപാട് പ്രൊമോട്ട് ചെയ്യുക, അതുപോലെ അവർക്ക് അഡ്വൈസ് ചെയ്ത് കൊടുക്കാം. ഇത്രയും പ്രോഗ്രാമുകളാണ് നമ്മുടെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഈ HIV സ്പ്രെഡ് ചെയ്യുന്നത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നത്. ഒന്ന്, ബ്ലഡ് ബാങ്കുകളിലൊക്കെ സേഫായിട്ടുള്ള HIV ഇല്ലാത്ത സേഫ് ബ്ലഡുകൾ മാത്രം പ്രൊവൈഡ് ചെയ്യാം. രണ്ടാമത്തത് പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിൽ അതുപോലെ പബ്ലിക് ഹോസ്പിറ്റലുകൾ, ക്ലിനിക്കുകളിലൊക്കെ ഡിസ്പോസിബിൾ നീഡിൽസ് ആൻഡ് സിറിഞ്ചുകൾ മാത്രമേ ഉപയോഗിക്കുക. പിന്നെ കോണ്ടംസ് ഫ്രീ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക അങ്ങനത്തെ സെക്സ് വർക്കേഴ്സിൻ്റെ അവിടെയൊക്കെ. അതുപോലെ ഡ്രഗ് അബ്യൂസ് കൺട്രോൾ ചെയ്യുക. അതുപോലെ സേഫ് സെക്സ് മാത്രം നടത്താൻ പാടൂ എന്നുള്ളത് അവരെ അഡ്വക്കേറ്റ് ചെയ്യുക. അതുപോലെ ഈ സസെപ്റ്റബിൾ ആയിട്ടുള്ള HIV ബാധിത പ്രദേശങ്ങളിൽ എന്ത് ചെയ്യണം, റെഗുലർ ചെക്കപ്പുകൾ ചെയ്യുക. ഇതിനനുസരിച്ചുള്ള പ്രോഗ്രാമുകളൊക്കെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ HIV സ്പ്രെഡ് ചെയ്യുന്നത് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് നടത്തിയിട്ടുണ്ട്. സോ ഈ HIV അഥവാ എയ്ഡ്സ് എന്ന് പറഞ്ഞ ഡിസീസ് എന്ന് പറയുന്നത് നമുക്കൊരിക്കലും ഒളിച്ചു വെക്കാൻ പറ്റുന്ന ഒരു ഡിസീസ്, ഹിഡൻ ആക്കി നമുക്ക് ഒരുപാട് കാലം വെക്കാൻ പറ്റുന്ന ഡിസീസല്ല. അതൊരിക്കലും ഹിഡൻ ചെയ്യാൻ പാടില്ല. ഒളിച്ചു വെക്കേണ്ട ഒരു ഡിസീസേ അല്ല HIV. കാരണം ഇത് ഒളിച്ചു വെക്കും തോറും ഇത് സ്പ്രെഡ് ചെയ്തുകൊണ്ടേയിരിക്കും. മാക്സിമം നമ്പർ ഓഫ് ആളുകളിലോട്ട് ഈ ഡിസീസ് സ്പ്രെഡ് ചെയ്യും. അതുകൊണ്ട് ഒരിക്കലും ഒരു ഹിഡൻ ആയിട്ടോ അല്ലെങ്കിൽ ഒളിച്ചു വെക്കേണ്ട, ആരോടും പറയാതെ രഹസ്യമാക്കി വെക്കേണ്ട ഒരു ഡിസീസല്ല. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഈ ഡിസീസ് ഒരുപാട് പേർക്ക് സ്പ്രെഡാവും. അതുപോലെ ഈ HIV ബാധിതർക്ക് അല്ലെങ്കിൽ എയ്ഡ്സ് ആയിട്ടുള്ള ആ രോഗികൾക്ക് ഒരുപാട് ഹെൽപ്പും നമ്മൾ സാധാരണ ആളുകളുടെ ഹെൽപ്പും സിമ്പതിയും ആവശ്യമുണ്ട്. നമുക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യാൻ അവരെ പറ്റും, ഒരുപാട് സിമ്പതി പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. പകരം ഒരിക്കലും അവരെ നമ്മൾ ഈ സൊസൈറ്റിയിൽ നിന്ന് ഇഗ്നോർ ചെയ്യാനോ അവോയ്ഡ് ചെയ്യാനോ റിജക്റ്റ് ചെയ്യാനോ പാടില്ല. അവർ നമ്മൾ ഈ സൊസൈറ്റിയിൽ നിന്ന് ഐസൊലേറ്റ് ചെയ്ത് ഒരിക്കലും മാറ്റി നിർത്താൻ പാടുള്ളതല്ല ഈ HIV അഥവാ എയ്ഡ്സ് പേഷ്യൻസിനെ. പകരം നമ്മൾ എന്ത് ചെയ്യണം, അവർക്ക് ഒരുപാട് ഹെൽപ്പും സിമ്പതിയും പ്രൊവൈഡ് ചെയ്യണം. അവരെ നമ്മളിങ്ങനെ റിജക്റ്റ് ചെയ്ത് ഐസൊലേറ്റ് ചെയ്ത് നിൽക്കും തോറും ഈ ഡിസീസ് സ്പ്രെഡ് ചെയ്യാനും അവർ ഈ അസുഖം പുറത്ത് പറയാതെ ഹിഡനാക്കി വെച്ച് ഒരുപാട് ആൾക്കാർക്ക് ഈ ഡിസീസ് വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ അതിനെ ഒരു അസുഖമായിട്ട് തന്നെ കാണേണ്ടതാണ്. സോ ഈ നമ്മുടെ സൊസൈറ്റി, സമൂഹം ഈ എയ്ഡ്സ് അഥവാ HIV ഒരു ഡിസീസായിട്ട് തന്നെ, ഒരു പ്രോബ്ലം, നമ്മുടെ സമൂഹത്തിൻ്റെ തന്നെ ഒരു പ്രോബ്ലമായിട്ട് തിരിച്ചറിയുകയും അതിൻ്റേതായ രീതിയിൽ നമ്മൾ കൂട്ടായ്മയോടുകൂടി ഇതിനെ നീക്കം ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യേണ്ടതാണ്. അതല്ലാത്തുണ്ടെങ്കിൽ ഈ ഡിസീസ് നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും 10 മടങ്ങ് പെട്ടെന്ന് ഇത് വൈഡ് സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കും. സോ നമുക്ക് വൈഡ് സ്പ്രെഡ് ആവാതിരിക്കാൻ, 10 മടങ്ങ് ഇത് സ്പ്രെഡ് ആവാതിരിക്കാൻ വേണ്ടി നമ്മുടെ എല്ലാവരുടെയും ഒരു കൂട്ടായ്മയോടുകൂടി ഒരു പ്രവർത്തനം ഇത് ആവശ്യമാണ്. അപ്പോൾ ഇത് സൊസൈറ്റിയുടെ ഒരു പ്രശ്നമായിട്ട് നമ്മളിത് പ്രോബ്ലമായിട്ട് കണ്ട് ഇതിനെ കളക്റ്റീവായിട്ട് തന്നെ ഇതിനെ പരിഹരിക്കാനായിട്ട് ശ്രമിക്കണം. സോ എയ്ഡ്സ് എന്ന് പറഞ്ഞ ഡിസീസ് ഒരു രോഗമാണ്, ഒരു സീരിയസ് ആയിട്ട് ഇൻക്യൂറബിളായിട്ട് അതിനെ ചികിത്സിച്ച് മാറ്റാൻ പറ്റാത്ത ഒരു അസുഖമാണ് ഈ എയ്ഡ്സ് എന്ന് പറയുന്നത്. സോ ഇതിനെ നമുക്ക് ടാക്കിൾ ചെയ്യാൻ, ഇതിനെ നിയന്ത്രിക്കാൻ, ഇല്ലായ്മ ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമുക്ക് ചെയ്യാൻ പറ്റുന്ന 2 കാര്യങ്ങൾ. ഒന്ന്, സൊസൈറ്റിയുടെ ഇൻവോൾവ്മെൻറ്റ് വേണം. രണ്ടാമത്തത്, ഒരു ഗ്രൂപ്പ് ഓഫ് മെഡിക്കൽ പേഴ്സൺസ്, ഈ മെഡിക്കൽ രംഗത്ത് നിൽക്കുന്നവരുടെ എല്ലാവരുടെയും അങ്ങനത്തെ ഒരു സാഹോദര്യം, മെഡിക്കൽ ഫെർട്ടേണിറ്റി എന്ന് പറയും, അവരുടെയൊക്കെ ഒരു കൂട്ടായ്മയും അതുപോലെ സൊസൈറ്റിയും ഈ മെഡിക്കൽ രംഗത്ത് നിൽക്കുന്ന ആളുകളുടെയും എല്ലാം ഒരു ഗ്രൂപ്പായിട്ട് കളക്റ്റീവായിട്ടുള്ള ഒരു ആക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ പറഞ്ഞ ഒരു അത്രയും സീരിയസ് ആയിട്ടുള്ള ഒരു ഡിസീസിനെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്ത് ഈ സൊസൈറ്റിയിൽ നിന്ന് മാറ്റി നിർത്താനായിട്ട് സാധിക്കുകയുള്ളൂ.